ഹലോ, നമസ്കാരം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കിടിലൻ മാങ്ങ അച്ചാറാണ്. മാങ്ങ കറി എന്നൊക്കെ പറയും. മാങ്ങ അച്ചാർ നല്ല കിടിലനായിട്ട് നമ്മൾ കടുകൊക്കെ വറുത്തിട്ടിട്ടുള്ള ഒരു മാങ്ങ അച്ചാറാണ്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല പച്ചമാങ്ങ എടുത്തിട്ട് നമ്മൾ അരിഞ്ഞിട്ട് അതിനെ കുറച്ച് വിനാഗിരി അല്ലെങ്കിൽ സുർക്ക എന്നൊക്കെ പറയും, നിങ്ങളുടെ നാട്ടിൽ എന്താ അതിന് പറയാന്ന് പറയണം, അതും കുറച്ച് ഉപ്പും ചേർത്തിട്ട് നമ്മൾ ഒരു ദിവസം ഒന്ന് പുറത്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിറ്റേ ദിവസം നമ്മൾ ചട്ടി ചൂടാക്കുന്നു. അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിക്കുകയാണ്. നല്ലെണ്ണയാണ് ഒഴിക്കുന്നത്. ഏകദേശം നമ്മളൊരു 4 സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു 2 സ്പൂൺ വെളിച്ചെണ്ണയും കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. നമ്മളിപ്പോൾ അടുത്തുള്ള ആ ഒരു 1 കിലോ പച്ചമാങ്ങയാണ് എടുത്തുള്ളത്. അതിലേക്കുള്ള അളവാണ് ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനനുസരിച്ചിട്ടുള്ള അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ 2 കിലോ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് അതിന്റെ ഡബിൾ ആക്കി എടുത്താൽ മതി. ഇനി നമ്മൾ മുളക് ഉപയോഗിക്കുന്നത് കാശ്മീരി ചില്ലിയും സാധാരണ ചില്ലിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 5 വലിയ സ്പൂൺ നമ്മൾ കാശ്മീരി ചില്ലിയും പിരിയമുളകും പൊടിയും കൂടി നമ്മൾ മിക്സ് ചെയ്തിട്ട് നമ്മൾ അതിൽ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. അതൊന്നും ഇങ്ങോട്ട് തിളച്ച് വരട്ടെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ആവശ്യത്തിന് നമ്മൾ ഏകദേശം ഒരു 100 ml 150 ml വെള്ളം ഒഴിച്ചിട്ടുണ്ടാവും. നമ്മൾ ആ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഒന്ന് സൂക്ഷിക്കണം, കാരണം എണ്ണയിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ തെറിക്കും. ഇനിയിപ്പോ ഇതിലേക്ക് വേണ്ടത് വലിയ ഒരു ടേബിൾ സ്പൂൺ കായാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് വറുത്ത് പൊടിച്ചിട്ടുള്ള ഉലുവയാണ്. അത് നമ്മൾ ഒരു 1.5 ടേബിൾ സ്പൂൺ ആണ്. 1.5 ടേബിൾ സ്പൂൺ ഉലുവയും കൂടി നമ്മൾ ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പൊ ഇങ്ങനെ നല്ല തിളക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ടാവും. ഒന്ന് തിളച്ചു വന്നതിന് ശേഷം നമുക്ക് ആ സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്യാം. നല്ലൊരു പേസ്റ്റ് പരുവത്തിലായിണ്ടാവും. നമ്മളിതിലേക്ക് ആ മാങ്ങ നമ്മൾ ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതിപ്പോ നന്നായിട്ടൊന്ന് യോജിച്ചിട്ടുണ്ട്. നന്നായിട്ട് ഒന്നും കൂടിയൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പാണ് നമ്മൾ ഇട്ടുള്ളത്. ഇനിയിപ്പോ കുറച്ചും കൂടി നല്ല ഉപ്പ് ചേർക്കുകയാണ്. നമ്മൾ ആ മാങ്ങയിൽ പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ദിവസം മുന്നേ കുറച്ച് ഉപ്പും കുറച്ച് വിനാഗിരി ചേർത്തിട്ട് ഒന്ന് പുരട്ടി വെച്ചെന്നേ ഉള്ളൂ. ഇനി നമ്മൾക്ക് ഈ അച്ചാറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് നിങ്ങളുടെ അളവ് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വേറൊരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കുക. അത് മൂത്ത് വരട്ടെ. അപ്പൊ അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. ആ കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് കറിവേപ്പില ഇടാം. പേടിക്കണ്ട, ക്യാമറ ഷേക്ക് ഉണ്ടാവും. എന്റെ കൈ ചെറുതായിട്ടൊന്ന് പൊള്ളിയതാണ്. അത് നമ്മുടെ മാറ്റി വെച്ചിരിക്കുന്ന അച്ചാറിലേക്ക് മേലെ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ വിനാഗിരി ഒഴിക്കണം. വിനാഗിരി ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് പുളി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വിനാഗിരി കൂടി അതിന്റെ മേലെ കുറച്ച് കൂടുതൽ ഒഴിക്കണം. അല്ലെങ്കിൽ കുറച്ച് ഒഴിച്ചാൽ മതി. കേട് വരാതിരിക്കാൻ വേണ്ടിയുള്ള കുറച്ച് മാത്രം ഒഴിക്കുക. എന്നിട്ട് അതിന്റെ മുകളിലേക്ക് ആ കടുകും എല്ലാം താളിച്ച് ഒഴിച്ചതിന് ശേഷം നമ്മളുടെ അച്ചാർ റെഡിയായി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക.